അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില ഉത്കൃഷ്ടമായ വസ്തുക്കളുണ്ടല്ലോ. അപ്പോൾ പഴങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ, മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള, നമ്മുടെ ഹൃദയത്തിൻ്റെ സുരക്ഷ, അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലുള്ള സന്തുലിതാവസ്ഥ, അതേപോലെ നമ്മുടെ സ്കിന്ന്, ഇങ്ങനെ എല്ലാറ്റിലും നമുക്ക്, നമ്മുടെ ആമാശയം, ഇതിലൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒന്ന് അത്തിയും അതേപോലെ തന്നെ ഒലീവും. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരീരശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായി ഗവേഷണം നടത്തുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ഉത്കൃഷ്ടമായ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത്തിയും അതേപോലെ തന്നെ ഒലീവും. ഇതേപോലെ ഉത്കൃഷ്ടമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, മഹത്വം എന്നും ഓർക്കപ്പെടുന്ന ചില സ്ഥലങ്ങൾ. അതിലൊന്നും മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മഭൂമിയും പ്രബോധന സ്ഥലവുമായിട്ടുള്ള മക്ക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എത്താൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലൊരു പ്രദേശമാണ് മക്ക എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഉത്കൃഷ്ടമായ സ്ഥലമാണ് ഒന്ന് സീനാ പർവ്വതം. അത് മൂസാ നബി അലൈഹി സ്വലാമിന് പ്രബോധനം ലഭിച്ചിട്ടുള്ള, അള്ളാഹു മൂസാ നബിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സീന അല്ലെങ്കിൽ സൈന എന്ന് പറയുന്ന തൂരി സീന പർവ്വതം. അതേപോലെ തന്നെ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ബൈത്തുൽ മഖ്ദിസിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ടുള്ള ഫലസ്തീൻ, ഷാം പോലുള്ള പട്ടണങ്ങൾ. അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രബോധന മേഖലകളാണ് അവിടെ. അപ്പോൾ ചില ഉത്കൃഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉത്കൃഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ, ഇതിനെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരാശയമാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. വലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോടുകൂടെ, തഖ്വീം എന്ന് പറഞ്ഞാൽ വക്രതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പിഴവുകളില്ലാത്ത സമ്പൂർണമായ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഉത്കൃഷ്ടതയെ, സൃഷ്ടിപ്പിലെ ഉത്കൃഷ്ടതയെ കാണിക്കാനാണ് അള്ളാഹു ഉത്കൃഷ്ടമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്നത്. അത് നിവർന്നു നിൽക്കുന്നവൻ മനുഷ്യൻ മാത്രമാണല്ലോ. ആ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതി തന്നെ ആ ഉത്കൃഷ്ടത കാണിക്കാൻ പറ്റും. മനുഷ്യൻ്റെ ബുദ്ധിശക്തി, മറ്റൊരു ജീവികൾക്കുമില്ലാത്ത ബുദ്ധിശക്തി മനുഷ്യനുണ്ടല്ലോ. അന്യഗ്രഹങ്ങളിലേക്ക് എത്താൻ മനുഷ്യന് സാധിച്ചിട്ടുള്ള ആ വലിയ ബുദ്ധി. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മാവ്, ആത്മീയത, അതും വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അധപ്പതനത്തിൻ്റെ ആഴം അവനെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഉത്കൃഷ്ടതകളെല്ലാം ജീവിക്കുന്ന മനുഷ്യൻ ഈ ഉത്കൃഷ്ടത മനസ്സിലാക്കി അത് നിലനിർത്താൻ അവൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവരെത്താൻ പോകുന്ന ഏറ്റവും അഗാധമായ ഒരു ഗർത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നരകമാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഏറ്റവും അധമനായി മറ്റൊരു സൃഷ്ടിവർഗവും എത്തിച്ചേരാത്ത അത്രയും ആഴമായ അധപതനത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്ന ഒന്നാണ് നരകമെന്ന് പറഞ്ഞാൽ. ഈ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനുള്ള ശരിയായ പ്രതിരോധം എന്താണ്? ശരിയായ വിശ്വാസമാണ്. അതായത് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ജീവിതവും സൗകര്യങ്ങളൊക്കെ മനുഷ്യന് ഏർപ്പെടുത്തി കൊടുത്ത അള്ളാഹു അവനെ കണ്ട് വെറുതെ വിടുമോ? അങ്ങനെ വെറുതെ വിടാനുള്ള വല്ല സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ അമിതമായ ശമ്പളം വാങ്ങുന്ന ആളുകൾ ആലോചിക്കും, ഞാൻ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ്. എത്രമാത്രം വെച്ചാൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നല്ലൊരു വിരുന്ന് അവർ തരികയാണെങ്കിൽ ഇത്രമാത്രം ആദരിക്കപ്പെടാൻ എന്നിൽ എന്തിരിക്കുന്നു എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് വെറുതെ തരുന്നതല്ല ഒന്നും. ഇപ്പോൾ ഇത്രയും സുന്ദരമായൊരു ഭൂമിയും ശരീരപ്രകൃതിയും പോഷകാഹാരങ്ങളൊക്കെ പടച്ചോൻ തന്ന് സൃഷ്ടിച്ച പടച്ചോൻ, അവരൊരു യുക്തി ഉണ്ടാവില്ലേ? ഏറ്റവും അലൈസല്ലാഹു ബി അഹ്കമിൽ ഹക്കീമീൻ അല്ലേ? ഏറ്റവും വലിയ യുക്തിമാൻ, ഏറ്റവും വലിയ വിധികർത്താവ് ആരാണ്? അള്ളാഹു അല്ലേ? അപ്പോൾ അവനൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും
ചോദിക്കപ്പെടാതെ പോകുമോ? ഇതിന് മറുപടി പറയാതെ നമ്മൾ കടന്നു പോകുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉത്കൃഷ്ടത വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും നമ്മൾ നിലനിർത്തി ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടമാവാതിരിക്കാൻ നമ്മൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത വിശുദ്ധിയെ, മാനുഷികമായ നമ്മുടെ ഉത്കൃഷ്ടതയെ നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ.